ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഇന്നത്തെ ചിന്തയ്ക്കായി തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 12-ാം അധ്യായം 24 മുതൽ 36 വരെയുള്ള വാക്യങ്ങളാണ്. യോഹന്നാന്റെ സുവിശേഷത്തിൽ മാത്രം രേഖപ്പെടുത്തിയിരിക്കുന്ന ഒരു സന്ദർഭമാണ് ഈ ഭാഗത്ത് നമ്മൾ കാണുന്നത്. യവനന്മാർക്ക് കൂടി സുവിശേഷം പങ്കുവെക്കുന്നതിനുള്ള ഉദ്ദേശമാണല്ലോ യോഹന്നാന്റെ സുവിശേഷ രചനയ്ക്ക് ഉണ്ടായിരുന്നത്. പുതിയ ദർശനങ്ങൾക്കും കണ്ടെത്തലുകൾക്കും വേണ്ടി ആഗ്രഹിക്കുന്ന സമൂഹമായിരുന്നു യവനരുടേത്. ഈ വേദഭാഗത്ത് നിന്ന് 2 പ്രധാനപ്പെട്ട ചിന്തകൾ പങ്കുവയ്ക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഒന്നാമതായി, 12-ാം അധ്യായത്തിന്റെ 24-ാം വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ഗോതമ്പ് മണിയുടെ ഉദാഹരണമാണ്. ഗോതമ്പ് മണി നിലത്ത് വീണഴിഞ്ഞ് ഉണ്ടാകുന്ന ഗോതമ്പ് ചെടിയിലൂടെ അനവധി പുതിയ ഗോതമ്പ് മണികളാണ് ഉണ്ടാകുന്നത്. ഗോതമ്പ് വിത്തിലുള്ള ജീവന്റെ അളവ് അനന്തമാണ്. പക്ഷേ അറയിൽ ഭദ്രമായി സൂക്ഷിക്കുന്ന ഗോതമ്പ് മണിക്ക് ഒരിക്കലും ഫലം പുറപ്പെടുവിക്കാൻ കഴിയുകയില്ല. സ്വയം മഴിയുന്നതിലൂടെ മാത്രമേ ജീവന്റെ പുതുനാമ്പുകൾ പുറപ്പെടുകയുള്ളൂ. മരണത്തിലൂടെയാണ് ജീവൻ എന്ന സുപ്രധാന തത്വമാണ് ഈ ഭാഗത്തിലൂടെ ദൈവവചനം നമ്മെ പഠിപ്പിക്കുന്നത്. മറ്റുള്ളവരിലെ ജീവനെ സമൃദ്ധമായി പുറപ്പെടുവിക്കുന്ന ദൗത്യമാണ് സഭയുടേത്. ഫിലിപ്പോസ് അന്ത്രയാസിന് പങ്കു നൽകുന്നത് പോലെയുള്ള കൂട്ടായ്മയും ത്യാഗനിർഭരമായ ജീവിതത്തിന് വേണ്ടിയുള്ള സമർപ്പണവുമാണ് ദൈവരാജ്യത്തിന്റെ സമഗ്രമായ നിലനിൽപ്പിന് കാരണഭൂതമാകുന്നത്. രണ്ടാമതായിട്ട്, 12-ാം അധ്യായത്തിന്റെ 36-ാം വാക്യം നാം ശ്രദ്ധിക്കുമ്പോൾ ജനങ്ങളോട് വെളിച്ചത്തിന്റെ മക്കളായി തീരണമെന്ന് യേശു അവരെ പ്രചോദിപ്പിക്കുന്നത് നമുക്ക് കാണാം. പ്രകാശത്തെ കാണുകയും അതിനോട് താതാത്മ്യപ്പെടുകയും ആ വെളിച്ചത്തിൽ നടക്കുകയും ചെയ്യുന്നവരെയാണ് വെളിച്ചത്തിന്റെ മക്കൾ എന്ന് വിളിക്കുന്നത്. വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 8-ാം അധ്യായം 12-ാം വാക്യത്തിൽ ഞാൻ ലോകത്തിന്റെ വെളിച്ചമാകുന്നു എന്ന് യേശു പ്രഖ്യാപിക്കുന്നു. അതുകൊണ്ട് വെളിച്ചത്തിന്റെ മക്കൾ എന്നതിനാൽ അർത്ഥമാക്കുന്നത് യേശുവിന്റെ മക്കൾ എന്നാണ്. യേശുക്രിസ്തുവിന്റെ മക്കളായി തീരുവാനുള്ള വിനയക്ഷണമാണ് ഈ വചനം നമുക്ക് നൽകുന്നത്. നാം പ്രകാശത്തിൽ നടക്കാതെ ഇരുന്നാൽ അന്ധകാരം നമ്മെ മൂടുകയും മാർഗദർശനമില്ലാതെ നാം വലയുകയും ചെയ്യും. യേശു ജനത്തെ ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യം, വെളിച്ചം ഇനി കുറച്ചു സമയത്തേക്ക് മാത്രം അവരുടെ മധ്യത്തിൽ നിലനിൽക്കുകയുള്ളൂ എന്നാണ്. ദൈവഹിതത്തിന് വിധേയപ്പെട്ട് വെളിച്ചത്തിന്റെ മക്കളായി തീർന്ന് നമ്മുടെ ജീവനും ജീവിതവും കൊണ്ട് അനേകർക്കായി നല്ല ഫലം പുറപ്പെടുവിക്കാൻ കഴിയുമ്പോഴാണ് നമ്മളിലെ ആത്മീയതയും ക്രിസ്തീയ മൂല്യങ്ങൾക്കും അർത്ഥവത്താകുന്നത്. അല്ലാത്ത പക്ഷം എല്ലാം വെറും ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും മാത്രമായി പോകും. അതുകൊണ്ട് നമ്മെക്കുറിച്ചുള്ള ദൈവോദ്ദേശം എന്തെന്നറിവാനും അതിൻ പ്രകാരം ജീവിതം ക്രമപ്പെടുത്തുവാനും ഈ വചനങ്ങളാൽ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കുമാറാകട്ടെ. ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമായ കർത്താവേ, ഞങ്ങൾക്ക് നീ ദാനമായി നൽകിയിരിക്കുന്ന ഈ കൊച്ചു ജീവിതം കൊണ്ട് മറ്റുള്ളവരിലേക്ക് ദൈവിക വെളിച്ചം പകരുവാനും ക്രിസ്തുവിന്റെ സ്നേഹം പങ്കുവയ്ക്കുവാനും സഹായിക്കണമേ. നിലത്ത് വീണഴിഞ്ഞ ഗോതമ്പ് മണി വളരെ ഫലം പുറപ്പെടുവിക്കുന്നത് പോലെ ഞങ്ങളെയും നിന്റെ നാമമഹത്വത്തിനായി നിലനിൽക്കാൻ ശക്തീകരിക്കണമേ. ആമേൻ.